കുറെ നാളായല്ലോ നമ്മുടെ ഉത്തമനെ കണ്ടിട്ട്. നമ്മൾ ഇന്നാളെ അവന് പൈസ ഒന്നും കൊടുത്തില്ലല്ലോ പെട്രോൾ അടിക്കാൻ. എന്റെ വിഷമായിരിക്കും. അതിനെന്താ, നമ്മൾ അവനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കല്ലേ ചെയ്തത്. അതൊന്നല്ല, 10-35 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാത്തതിന്റെ വിഷമാവും അവന്. നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് അവനെ പലപ്പോഴും കളിയാക്കാറില്ലേ. 40 വയസ്സായിട്ട് കല്യാണം കഴിക്കാണ്ട് യാതൊരു വിഷമമില്ലാത്ത ജോബിയാണ് ഇരിക്കും. അവനില്ലാത്ത വിഷമത്തിന് അവനെ. അല്ല, എനിക്ക് കല്യാണം കഴിക്കാത്തതിൽ വിഷമില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞ? കല്യാണം കഴിച്ച ഞങ്ങൾക്കുള്ള വിഷമം എന്തായാലും നിനക്ക് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇനി വേണമെങ്കിൽ ജീവിതം ആസ്വദിച്ചോ. ഉത്തമന്റെ അളിയൻ ഗൾഫിൽ നിന്ന് ഒരു ഫോൺ കൊണ്ടുകൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടെ. അതുകൊണ്ടാ അവ ഇങ്ങോട്ട് ഇനി വരാണ്ടിരിക്കുന്നേ. അതുകൊണ്ടാവില്ല, ഫോൺ വഴി ഏതൊരു പെണ്ണായിട്ട് ചാറ്റിങ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേട്ടെ. ഇവിടെ ഉണ്ണിയാന്റെ തെങ്ങുംപറമ്പില്ലേ, മണിക്കൂറുകളോളാണ് ആ ഫോൺ കൈ പിടിച്ചിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. എനിക്കറിയില്ല, അത് രാകേഷ് പറഞ്ഞാണ്, എനിക്കറിയില്ല. എന്തായാലും അവന്റെ കല്യാണം കഴിഞ്ഞ് കണ്ടാ മതി. ഗണേശൻ അവന്റെ വർത്തമാനം കേൾക്കണ്ട. ഗണേശ, പേപ്പർ വായിക്കാനാവൂല. അല്ല, 1 കിലോ ഇറച്ചി മേടിക്കാൻ വന്നറ. ഒരു പണിക്കും പോകാണ്ടേ ഇവിടെ വെറുതെ കുത്തിരുന്നിട്ട് പാരദൂഷണം പറഞ്ഞിരിക്കാനേ ഞങ്ങളെ കഴിഞ്ഞിട്ട് തന്നെ ആൾക്കാരുണ്ടാവുള്ളൂ. അല്ല എടാ ഗണേഷേ, ഇതൊരു അന്യം തിന്നു പോകുന്ന കലയാണെന്ന് നിനക്കറിയാലോ. ഏതാ പാരദൂഷണ? അല്ലാണ്ട് പിന്നെ ഇപ്പൊ 4 ആള് കൂടിയാലേ 4 ആളുടെ കയ്യിലും പോണം. അപ്പൊ ഈ വെറ്റിലേമ്മ ചുണ്ണാമ്പ് തയ്ക്കുന്ന പോലെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. നാട്ടിലെ വിശേഷം വീട്ടിലെ വിശേഷം പറയാൻ ആർക്കും നേരില്ല. ഉത്തമാരെ ചീത്ത വിളിച്ചിട്ട് വരുന്നുണ്ട്. ആരാണെന്ന് നിന്റെ വിചാരം? ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? നീ ചാറ്റിങ്ങിലൂടെ തന്നെ ചീറ്റിയായിരുന്നു അല്ലേ? ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും.